Allahu Akbar, Allahu Akbar. La ilaha illallah. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحبة، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلنا عليك الكتاب للناس بالحق ومن اهتدى فلنفسه ومن ضل فإنما يضل عليها وما أنت عليهم بوكيل. الله يتوفى الأنفس حين موتها والتي لم تمت في منامها ويمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത്. മനുഷ്യന് ജീവിതത്തിന് മാർഗദർശനം ചെയ്യുക എന്ന ഒരു സംഗതി സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഖുർആനിലൂടെ പ്രഖ്യാപിച്ചു. ആ ബാധ്യത ആദം നബി മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ ഏറ്റവും ഒടുവിലച്ച എഡിഷനാണ് പരിശുദ്ധ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിക്കണം എന്നത് മാത്രമല്ല, അതിന് പുറമെ ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദഗ്രന്ഥങ്ങളിലൂടെ നിരന്തരമായി മനുഷ്യന് പഠിപ്പിക്കുന്നു. മനുഷ്യന്റെ സ്വഭാവം, പ്രകൃതി, അവന്റെ രീതി പെരുമാറ്റം, അവന്റെ ചുറ്റുപാടുകൾ, സാഹചര്യം, അവൻ അധിവസിക്കുന്ന ഈ ഭൂമി, അവൻ കാണുന്ന ആകാശം, നക്ഷത്രങ്ങൾ, ഈ പ്രപഞ്ചം, അതുപോലെ ഇന്നലകളിൽ മനുഷ്യന്മാരെ എങ്ങനെ ജീവിച്ചു, അതിന്റെ അനന്തരവൻ എന്തായിരുന്നു, അതിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് കാരണം, ഇങ്ങനെ ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വ്യക്തമാക്കിയതിനേക്കാൾ കൂടുതൽ നിഗൂഢമായി ഒളിപ്പിച്ചു വെച്ച സംഗതികളുണ്ട്. അതൊക്കെ പരാമർശിക്കുകയും പക്ഷേ ഒരു യാഥാർത്ഥ്യത്തോടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു എന്നത് ഹഖ്ഖും മുബീൻ, വ്യക്തമായ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അവൻ സത്യമാണ്, സത്യമേ പറയുള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യവും മനുഷ്യ ജീവിത യാഥാർത്ഥ്യവും കൂടി ഒട്ടി നിൽക്കുന്നുണ്ട്. അത് സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നോട്ട് കൊണ്ടുപോയി പഠിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ പ്രകൃതം ഒന്നും മനുഷ്യന്റെ പ്രകൃതം മറ്റൊന്നുമായാൽ ഇവിടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹി. സ്വർഗത്തിൽ നിന്ന് ആക്കുമ്പോൾ
ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത കാല ജീവിതമുണ്ട്. നമ്മൾ യഥാർത്ഥ ചന്ദ്രനിലോ അല്ലെങ്കിൽ ഉറാനസിലോ നെപ്റ്റ്യൂണിലോ പ്ലൂട്ടോയിലോ ഇനി അതല്ല സൂര്യനിലോ ആണ് ജീവിക്കാനുള്ള ആൾക്കാർ എവിടെയാണെങ്കിൽ അവിടുത്തെ സാഹചര്യം അവിടെ നമുക്കറിയാം. അപ്പൊ മനുഷ്യന് ജീവിക്കാൻ പര്യാപ്തമായ ഒരു അന്തരീക്ഷം, ഒരു സാഹചര്യം, ഒരു ചുറ്റുപാട് ആവശ്യമാണ്. നമുക്കിവിടെ ഭൂമിയാണ് അതിന് ഏറ്റവും അനുയോജ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത്. ഇവിടെ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുമെങ്കിലും അതിനേക്കാൾ കൂടുതൽ നിഗൂഢമാണ്, ഔദ്യോഗികമാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് സത്യമാണ് പറയുന്നത് എന്ന് ആദ്യം തന്നെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത്. ഇത് എടുത്തെടുത്ത് പറയാൻ കാര്യം, പരമ്പരാഗതമായി അനുഷ്ഠിച്ചു പോകുന്ന ആചാരങ്ങൾ, അതിനനുസരിച്ച വിശ്വാസങ്ങൾ, അതുപോലെയുള്ള ധാരണകളൊക്കെ ഉണ്ടായിരുന്ന ആദ്യകാല സംബോധിതരായ മക്ക ഖുറൈശികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സംഗതി ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ മുഹമ്മദിന് എന്തോ തെയ്ത്തടിച്ചിട്ട് പറയാം, കള്ളം കെട്ടിച്ചമച്ചതാണ്, ഏതോ ക്രിസ്ത്യൻ പാതിരി പറഞ്ഞു കൊടുത്താണ്, അങ്ങനെ പലതരത്തിലുള്ള ആരോപണം. ഇത് കള്ളമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരുപാട് ആരോപണങ്ങൾ പല പ്രാവശ്യം ഉന്നയിക്കുന്നത്. അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ അതിന് വ്യക്തമായ മറുപടിയും ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. പല സ്ഥലത്തും പല കോലത്തും നൽകുന്നു. അത്തരം ഒരു സന്ദർഭം ഒരു മറുപടിയുമായി ബന്ധപ്പെട്ട സൂറത്ത് സുമറിലെ 41 വരെ 39ാമത്തെ സൂറത്തിലെ 41 മുതൽ 44 വരെ ആയത്തുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇന്ന അൻസൽന അലൈക്കൽ കിതാബ ലിന്നാസ്, കൃത്യമായി നിശ്ചയമായി ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് ഈ വേദഗ്രന്ഥം നിനക്ക് നാം അവതരിപ്പിച്ചിരുന്നത്, യാഥാർത്ഥ്യത്തോടുകൂടി. അപ്പോൾ ഈ വേദഗ്രന്ഥം പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, വേദഗ്രന്ഥം സത്യമാണ്, പ്രവാചകൻ സത്യമാണ്. നമുക്കറിയാം, ആളുകളെ കൊണ്ട് അൽ അമീൻ എന്ന് 40 വർഷം പ്രവർത്തനം കൊണ്ട് പറയിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ നാവിലൂടെ ഖുർആൻ പുറത്തുവരുന്നത്. സ്വന്തം നാട്ടുകാരുടെ ഇടയിൽ ചെറുപ്പം മുതലേ വളർന്നു വലുതായി എല്ലാ കാര്യങ്ങളും സത്യം മാത്രം പറയുന്ന ഒരു മനുഷ്യൻ, അൽ അമീൻ, സത്യസന്ധൻ, ആർക്കും വിശ്വസിക്കാം. അപ്പൊ സത്യം മാത്രം പറയുന്ന ഒരു മനുഷ്യന് ജനങ്ങൾ മുഴുവൻ സർട്ടിഫൈ ചെയ്ത് സാക്ഷ്യം വഹിച്ചതിന് ശേഷമാണ് ഞാൻ പ്രവാചകനാണ്, എനിക്ക് ഖുർആൻ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല വിഭാഗം ആളുകൾ അവർ വിശ്വസിക്കാൻ തയ്യാറായി അധികാരം. പക്ഷെ വലിയൊരു വിഭാഗം ആളുകൾ അതിൽ നിന്ന് എതിരായി നിൽക്കുന്നു. അല്ലാഹുവിന്റെ കാര്യം പറയുമ്പോൾ മാത്രമാണ് അങ്ങനെ അത് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു സൂചന. ആളുകളെ ഖുറൈശികളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് മലയുടെ മുകളിൽ കയറി നിന്നു. മക്കയുടെ തൊട്ടടുത്തുള്ള മലയുടെ മുകളിൽ കയറി നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ എന്റെ കുടുംബക്കാരെ, നാട്ടുകാരെ, ഈ മലയുടെ അപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്നു? യേസ്, എന്താ പ്രശ്നം? നീ ഇതുവരെ അസത്യം പറഞ്ഞിട്ടില്ല. എന്നാൽ കേട്ടോളൂ, അതിനേക്കാൾ ഗൗരവമുള്ള കാര്യം, നിങ്ങളൊക്കെ മരിച്ചിട്ട് പരലോകത്ത് ചെല്ലുമ്പോ അവിടെ നിങ്ങളുടെ ജീവിത പ്രവർത്തനം കുറിച്ച് വിചാരണ ഉണ്ടാകും എന്ന് പറയുമ്പോ അബൂ ലഹബ് തന്നെ കുഴപ്പമുണ്ടായി. അപ്പൊ അൽ അമീൻ എന്ന് പറഞ്ഞ സംഗതികൾ അവർ ജീവിതത്തിലെ പല കാര്യങ്ങൾ ഉപയോഗിക്കണം. ഇത് അല്ലാഹുവിന്റെ കാര്യം പറഞ്ഞപ്പോ അവർ പറയുന്ന ഒരു സ്വഭാവം. അപ്പൊ അല്ലാഹു തആല എടുത്തു പറയാണ് യാഥാർത്ഥ്യത്തോടെ ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്, പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ യാഥാർത്ഥ്യം എന്താണ്. കാരണം ഇതിന്റെ സരണി സത്യമാണ്, ഇത് സത്യത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്, സത്യത്തെയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്. മനുഷ്യൻ നിലനിൽക്കുന്ന സത്യം, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതിന്റെ സത്യം, അങ്ങനെ ഒരു സത്യത്തിലൂടെയാണ്, ഇത് യാഥാർത്ഥ്യത്തോടെയാണ് നിനക്ക് നാം അവതരിപ്പിച്ചു തരുന്നത്. ഈ സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും സന്മാർഗം പ്രാപിക്കുകയാണെങ്കിൽ മനുഷ്യനൊരു സ്വാതന്ത്ര്യമുള്ളൂ. പല പ്രാവശ്യം സൂചിപ്പിച്ചാണ് ആളുകൾ ശ്രദ്ധിക്കാത്തതുമാണ്. നമുക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമല്ല, വിശ്വാസ സ്വാതന്ത്ര്യമാണ്. ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ഈ കാര്യം പറഞ്ഞു തരുമ്പോൾ ഇഷ്ടമുള്ളവൻ വിശ്വസിക്കും, ഇഷ്ടമുള്ളവൻ നിഷേധിക്കും. അതിന്റെ അർത്ഥം, അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിശ്വസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം, യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഒരു കാര്യം, അല്ലാഹു ഖലഖക്കും ബിമാ തഅമലൂൻ, നിങ്ങളെ നിങ്ങളുടെ പ്രവർത്തികളെ അല്ലാഹുവാണ് സൃഷ്ടിക്കുന്നത്. വമാ കാന ലഹുൽ ഖിറ,
അതായത് പ്രവൃത്തിയിൽ നമുക്ക് ചോയ്സ് ഒന്നുമില്ല. അപ്പൊ തോന്നും ചോയ്സ് ഉണ്ട്, അങ്ങനെയാണ് എന്റെ പ്രശ്നം. പക്ഷെ ആഴത്തിലൊന്ന് ചിന്തിച്ചാൽ പ്രവൃത്തിയിൽ നമുക്ക് ചോയ്സ് ഇല്ല എന്ന് മനസ്സിലാവും. ചില കാര്യങ്ങൾ ചെയ്യണ്ട നമ്മൾ വെക്കാറ്, പക്ഷെ നമ്മളാണ് ചെയ്യും. അപ്പൊ നമ്മുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് സംഭവിച്ചത്. ചില കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്ന് വിചാരിച്ച് എഴുതി വെച്ച് പറഞ്ഞു വെച്ച് പക്ഷേ സമയം നമുക്ക് അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ആകെ കുലുമല്ല, ആഴത്തിൽ ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ. കാരണം എല്ലാത്തിനും ഒരു കൺട്രോൾ തത്തിലാണ്. പിന്നെ ഓരോരുത്തരും പ്രവർത്തിക്ക് അവരെങ്ങനെ ഉത്തരവാദിയാവുമെന്ന് ചോദിച്ചാൽ അത് അവന്റെ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നമല്ല ആഴ്മാതിൽ പിന്നെ ഖുർആനിൽ ഹദീസിൽ ക്ലിയർ ആക്കിയിരുന്നു. ഒരാളുടെ പ്രവർത്തിക്കല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി കൊടുക്കുന്നത്, അവന്റെ നീയത്തിന്. ഒരാൾ സദഖ കൊടുക്കും, അപ്പോ അവൻ സദഖ നല്ല കാര്യമാണ്, വലിയ കൂലിട്ടുന്ന കാര്യമാണ്. പക്ഷേ അവന്റെ മനസ്സിൽ നാലാൾ അറിയണമെങ്കിൽ കുറച്ച് പൈസ ഇട്ടിട്ട് ആളുകൾ കൊടുത്തിരിക്കുന്നു, അതിനെ അവന് കൂലിട്ടു. അതായത് പൊങ്ങച്ചൻ ലോകമാന്യത, അതിനുള്ള കൂലി എന്ന് പറഞ്ഞാൽ ശിക്ഷയാണെന്ന് പറയാം. അള്ളാഹ് കൊടുത്തെടുത്തിട്ട് പൊങ്ങച്ച് കാണിച്ചാൽ ശിക്ഷയാണ്. ഒരാൾ വളരെ രഹസ്യമായിട്ട് പൈസ ഒന്നുമില്ല, പക്ഷെ ഒരാൾ ചോദിച്ചു അത്യാവശ്യം വീട്ടിലെ ആവശ്യത്തിനുള്ള പൈസ എടുത്തു കൊടുത്തു. അവന്റെ ഇഖ്ലാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല. രണ്ടും പ്രവൃത്തി ഒന്നാണ്. ഒന്ന് നിർലോഭമായി കൊടുക്കുന്ന പ്രവൃത്തി വളരെ വലുതാണ്, മറ്റത് വളരെ ശുഷ്കിച്ചത് കൊടുക്കുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്നത് ഈ നീയത്തിനാണ്. ഏത് സംഗതി എങ്ങനെയാണ് ഒരാളുടെ നീയത്തിന്, അപ്പൊ നമുക്ക് അതുകൊണ്ട് മനസ്സിലാവാം. ഏത് പ്രവർത്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രപഞ്ചത്തിലുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തി ചെയ്യാൻ പറ്റുള്ളൂ. അവനാണ് കൺട്രോൾ ചെയ്യണമെന്നുള്ള. ഇത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു രീതിയാണ്. അത് മനുഷ്യന് മാത്രമല്ല, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, സസ്യങ്ങൾ എല്ലാം അവരുടെ ഓരോ ചലനവും അല്ലാഹുവിന്റെ ഹസ്തങ്ങളിൽ നിയന്ത്രിക്കപ്പെട്ടാണ്. നമ്മുടെ പോലും അങ്ങനെ, നമ്മുടെ മനസ്സിന്റെ വികാരങ്ങളും വിചാരങ്ങളും പോലും അങ്ങനെയാണ്. നമുക്ക് ആകെ ഉള്ളത് വിശ്വസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ആരെങ്കിലും വിശ്വസിച്ചിട്ട് അവൻ സന്മാർഗം പ്രാപിച്ചാൽ അത് അവന് തന്നെയുള്ളതാണ്. ഒമല്ല, ഇനി ആരെങ്കിലും നിഷേധിച്ച് വഴികേടിലായാൽ അതായത് അതിന്റെ ആ ദുർമാർഗത്തിൽ അല്ലെങ്കിൽ സത്യമാർഗത്തിൽ നിന്ന് വിട്ടുപോയ വഴിപിഴച്ചു പോയതിന്റെ ദോഷഫലം അവൻ തന്നെ അനുഭവിക്കണം. നീ അവരുടെ മേൽ കൈകാര്യകർത്താവല്ല. അതായത് നീ ആരുടെയും വക്താവോ കൈകാര്യകർത്താവോ അല്ലെങ്കിൽ രക്ഷകർത്താവോ എന്നല്ല. രക്ഷകർത്താവൊക്കെ നാം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാം പറയുന്നത് വ്യക്തമായി അവിടെ പറഞ്ഞു കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. സന്ദേശവാഹനാണ്. അവരുടെ മേലെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവർക്ക് ചെയ്യിക്കാനൊന്നും പറ്റില്ല. ആരെയും ഹിദായത്തിലാക്കാനോ വലാലയത്തിലാക്കാനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചാൽ സാധ്യമല്ല. അതൊക്കെ വളരെ വ്യക്തമാണ്, പല പ്രാവശ്യം പറഞ്ഞ സംഗതിയുമാണ്. അങ്ങനെ ആരെങ്കിലും ആക്കണമെങ്കിൽ അബൂ താലിബിനാക്കാമായിരുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട സഹായം ചെയ്ത ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് കഴിക്കുന്നത്. അത് നീ പ്രേമിക്കുന്നവർക്ക് കൊടുക്കാനുള്ള അല്ല ഹിദായത്തിന്, അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അപ്പൊ അല്ലാഹുവിനെ കുറിച്ചുള്ള ആ നമ്മുടെ ധാരണയിലാണ് അല്ലെങ്കിൽ വിശ്വാസത്തിലാണ് പ്രശ്നം. ആർക്കൊക്കെ ഹിദായത്തിന് അർഹതയുണ്ടോ അവന് ഹിദായത്ത് ലഭിക്കും. അർഹതക്ക് അല്ലാഹു ഒരിക്കലും തട്ടിപ്പറില്ല. ആർക്ക് അർഹതയില്ല ഇത് തീരുമാനിക്കുന്നത് ഹൃദയത്തിന്റെ മർമ്മരങ്ങൾ അറിയുന്ന പടച്ചതമ്പുരാന് മാത്രം സാധിക്കും, നമുക്കല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു, ഇത് നാം സത്യത്തോട് നിന്നോട് പറഞ്ഞിരുന്നത് വിശ്വസിച്ചാൽ നാം അവനെ ഹൃദയം പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനെ നേർമാർഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിലേക്ക് വരുന്നവനെ നാം നമ്മിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. അതായത് ശരിക്കും സത്യവിശ്വാസിയെ യഥാർത്ഥ വാക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തും. അക്രമ മനസ്സുണ്ടെങ്കിൽ, അതായത് വിശ്വാസത്തെ തള്ളിക്കളയുന്ന മനസ്സാണെങ്കിൽ, നിഷേധ മനസ്സാണെങ്കിൽ അവനെ വഴിതെറ്റിക്കും. കാരണം അവന്
എങ്ങോട്ടാണ് തിരിഞ്ഞത് അങ്ങോട്ട് അള്ളാഹുത്താല വിട്ടു എന്നതാണ്. അപ്പൊ അള്ള വഴിയേറ്റിക്കുന്നു, അള്ള വഴിയിലാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതാ, ഓരോരുത്തർക്കും സ്വാതന്ത്ര്യം, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഉദ്ദേശിക്കും പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഓരോ സംഗതിയും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനൊരു ഉദാഹരണം പറയണം. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതി ലം തമത് ഫീ മനാമിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവേളയിൽ ആത്മാക്കളെ പിടിച്ചു. വലിയൊരു സംഭവം. മരണം സംഭവിക്കുക, മരണം തീരുമാനിക്കപ്പെടാത്ത ആത്മാക്കളെ ഉറക്കത്തിലും പിടിച്ചെടുക്കും. അതായത് എല്ലാത്തിനും മുസ്ലിമാണ്. അതായത് സൃഷ്ടിക്കുന്ന അന്ന് തന്നെ അതിന്റെ അജല് നിശ്ചയിച്ചു. അപ്പൊ ആത്മാക്കളെ ഇങ്ങോട്ട് വിട്ട് നമ്മളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ആത്മാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചെടുക്കും. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ മരിക്കുന്നു. ഉറക്കം എന്നത് മരണത്തിന്റെ ഒരു ബ്രദറാണ്. നൗമ നിർബന്ധമാണ്. ഉറക്കമില്ലെങ്കിൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഉറക്കമില്ലാതെ നമ്മള് രാത്രിയിൽ നമുക്കൊരു ഇതായിട്ട് ശനി എന്ന് പറയുന്നത് വിശ്രമം. അതായത് നിങ്ങളുടെ ഉറക്കം നമുക്ക് വിശ്രമം ആക്കി തന്നിരിക്കും. യഥാർത്ഥത്തിൽ എന്താണ് ഉറക്കത്തിലൂടെ സംഭവിക്കുന്നത്? എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. പക്ഷേ നിത്യപരിചയം കൊണ്ട് യാതൊരു അത്ഭുതവും വിസ്മയവും ആർക്കും ഇല്ലാത്തവർ ഏറ്റവും വലിയ അത്ഭുതവും വിസ്മയവും ഉൾക്കൊള്ളുന്ന ഒരു സംഗതി. അത് നമ്മളോട് ചിന്തിച്ചുകൊണ്ടാണ് എന്താണ് ഉറക്കം. ശാസ്ത്ര ലോകത്ത് പരിശോധിക്കാൻ പറ്റില്ല. കാരണം ഇത് ലബോറട്ടറിയിൽ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അമേരിക്കയിലെ മൈമോണിഡസ് മെഡിക്കൽ സെന്ററിൽ ഒരു 10-100 കൊല്ലം മുമ്പ് ഡ്രീം തെറാപ്പി ലബോറട്ടറി എന്ന് പറഞ്ഞു ഡോക്ടർ ഉൾമാൻ, ഡോക്ടർ കിറ്റ്നർ എന്ന് പറയുന്ന 2 ആളുകൾ, വലിയ ശാസ്ത്രജ്ഞന്മാർ. അവരൊരുപാട് ഗവേഷണം നടത്തി കുറിച്ചിട്ടാണ്. കുറെ കാലം കഴിഞ്ഞപ്പോ പറഞ്ഞൊക്കെ അനാവശ്യം, തെറ്റാണ്, അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളിലുള്ള വികാര വായ്പകൾ എന്തൊക്കെയാണ്? അവന്റെ അതായത് അതായത് അവന്റെ ഹൃദയത്തിന്റെ മർമ്മരം നമുക്കാണ് അറിയുന്നത്. നമ്മളുടെ ഹൃദയത്തിന്റെ മർമ്മരം ഒരു മെഷീൻ കൊണ്ട് മാർഗം ഏതാണ്ട് ചില പുറമേ കാണുന്ന സ്വഭാവം അനുസരിച്ച് സൈക്കോളജി, ബിഹേവിയർ സയൻസ്, പെരുമാറ്റ ശാസ്ത്രം, ഇങ്ങനെ പെരുമാറും. അയാൾ അങ്ങനെയാണ്, അയാൾ അഭിനയിക്കുന്നില്ല. ഒരാൾ സ്വതം ചൂട് വന്നില്ല. പക്ഷെ ഒരുത്തനെ കണ്ടപ്പോ അവന്റെ അടുത്ത് വളരെ അനുനയിച്ച് സംസാരിച്ചാൽ ചൂടാവണം. അയാൾ നേരെ തീരുമാനിച്ച് ഇങ്ങനെ ചൂടായാല് അയാൾ അങ്ങനത്തെ സ്വഭാവമാണെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പൊ സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ റിസൾട്ട് പലപ്പോഴും പൂർണ്ണമായും ശരിയാവില്ല എന്ന് സൈക്കോളജിസ്റ്റുകൾ തന്നെ പറയും. ഇന്ന വർഷത്തിൽ ഇന്ന മാസം ഇന്ന സമയം ഇന്ന രീതിയിൽ അയാൾ പ്രവർത്തിച്ചു, അപ്പോൾ അയാളുടെ മനസ്സ് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്, അടുത്ത നിമിഷം അറിയില്ല എന്നാണ് അവർ സാധാരണ നിലയിൽ. അപ്പൊ ഇത് ശാസ്ത്രകാരനൊന്നും അറിയില്ല. ഉറക്കത്തിന്റെ നമ്മളെല്ലാവരും ഉറങ്ങണം. ഉറക്കം ഒരു നല്ല സംഗതിയാണ്. ഭൂമിയിലെ ഏറ്റവും സുഖമുള്ള സംഗതി ഉറക്കാണ്. പറഞ്ഞാൽ ആളുകൾ മനസ്സിലാവില്ല. കാരണം അപ്പൊ ഉറങ്ങുമൊന്നും അറിയില്ല, പിന്നെ എങ്ങനെ സുഖം മനസ്സിലാവുക? ഉറക്കം പോകുമ്പോ ഉണ്ടാകുന്ന ഒരു മനസ്സ്, ഉറക്കം എഴുന്നേൽക്കുമ്പോ ഉണ്ടാകുന്ന ഒരു മനസ്സ്, ഇത് രണ്ടും കൂടി തട്ടിച്ചിട്ട് മനുഷ്യൻ ഭൂമിയിൽ അനുഭവിക്കുന്ന ഏറ്റവും സുഖകരമായ ഒരു സംഗതി ഉറക്കാണ്. ഒന്നും അറിയണ്ടല്ലോ എന്നല്ല, യാതൊന്നും അറിയണ്ടല്ലോ. കാരണം എന്നും പ്രശ്നമാണ് മനുഷ്യൻ. ഈ പ്രശ്നമില്ലാതെ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. മര്യാദയിൽ അവിടെ ജീവിച്ചിരുന്നപ്പോ ആ പഴം പറിക്കണ്ടെന്ന് പറിച്ചു നിന്ന് കുൽബലായി അടിച്ചു പുറത്താക്കിയതല്ലേ ഒരു രീതി. സംഗതി കതറാണ്, വിധിയാണ്, നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷെ ആ പ്രശ്നത്തോടുകൂടി അവിടെ വരണത്. അപ്പൊ എല്ലാ മരിക്കണത് വരെയും മനുഷ്യൻ പ്രശ്നമായിരിക്കും. പ്രശ്നം തീർന്നില്ലാതെ ജീവിക്കാൻ വിചാരിച്ചാൽ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന് ഒരു ഇടങ്ങേറ് വന്നാൽ അവൻ ദ്വാരത്തും കഷ്ടപ്പെട്ട ഇടങ്ങന്മാർ അവരെ ഇടങ്ങ ഒരിടങ്ങേറില്ലാന്ന് വെച്ചാൽ അവന് ജീവിതമില്ല. അപ്പൊ അവനോട് കൊണ്ടുപോയി. അപ്പൊ നിശ്ചിത ഇടങ്ങേറുകൾ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതാണ്. അപ്പൊ ഇടങ്ങേറുണ്ടാവില്ല, ഈ ഇടങ്ങേറില്ല ഒഴിവാക്കി കളയാം, എന്നേക്കുമായി അവസാനിപ്പിച്ച് കളയാം എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. അപ്പൊ ഇടങ്ങേറ് ഉണ്ടാവും. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പഠിത്തത്തിന്റെ ഇടങ്ങേറ്, ജോലിയിലായിരിക്കുമ്പോൾ ജോലി ഇടങ്ങേറ്, ഭർത്താവായിരിക്കുമ്പോൾ ഭർത്താവിന്റെ ഇടങ്ങേറ്, പ്രത്യേകം പറയേണ്ടതില്ല. ഭാര്യ ആയിരിക്കുമ്പോൾ ഭാര്യയുടെ ഇടങ്ങേറ്, മക്കളായിരിക്കുമ്പോൾ മക്കളുടെ ഇടങ്ങേറ്.
വല്യപ്പ ഏതാല് അത് അതിനേക്കാൾ വിലയാണ്. ഒന്നുമില്ലെങ്കിലും ചെക്കൻ ഇങ്ങനെ ബൈക്കുമായിട്ട് പോയ പഠിച്ചാൽ ഞാണ്ട പോയി ചിമങ്ങനെ കുട്ടികളാണെങ്കിൽ മറ്റവണ്ടി ഇങ്ങനെ വന്നത് ഇങ്ങനെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഏത് സംഗതിയിലും ഇങ്ങനെയുള്ള പല സംഗതികളുണ്ടായി. അപ്പൊ അങ്ങനെ മനുഷ്യ മനസ്സിന്റെ വലിയ തലങ്ങളുണ്ട്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. അതിങ്ങനെ അതും പല തരത്തിലാണ്. നഫ്സുല്ലവാമ, അമ്മാറ, മുത്തുമൈന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ലേശം ഒരു ആഴത്തിലാണ് വിഷയം. പക്ഷെ ഒരു ശ്രദ്ധിച്ചാൽ, ഉറങ്ങാതെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മനസ്സിലായാലോ വലിയൊരു കാര്യം കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഉറങ്ങാം. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. ഈ നഫ്സുകൾ, ആത്മാക്കളെ, ഇവിടെ നഫ്സിന് റൂഹ് എന്നർത്ഥമില്ല. ആത്മാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടും. നഫ്സിന്റെ പാർട്ടും പോകും, ജീവൻ കൊണ്ടുപോകില്ല. ജീവനും തടിയും കിടക്കണം. കാരണം ജീവന്റെ ഫംഗ്ഷൻ ഞാൻ ഇവിടെ വേണമല്ലോ. അതേസമയം നഫ്സിന്റെ കുറച്ചു കൊണ്ടുപോകും, റൂഹ് കൊണ്ടുപോകും. അതായത് ഇപ്പൊ നമുക്ക് നല്ല ബോധം ഉണ്ടല്ലോ. എല്ലാവരും ഉണർന്നിരിക്കുന്നുണ്ട്. മിക്കവാറും ഉറങ്ങണ കാണില്ല. എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ ബോധമുണ്ട്. ബോധമുള്ളപ്പോ വിവരം ഉണ്ടാവും. അപ്പോ ഈ വിവരവും ബോധവും എങ്ങോട്ടാ പോണത്? അതുവരെ ഉണ്ടായിരുന്ന ഒരു ബോധവും വിവരം എങ്ങോട്ടാ പോണത് എന്നുള്ളതാണ്. ഉറങ്ങുമ്പോ എങ്ങോട്ടെങ്കിലും പോണമല്ലോ. ഉണർന്നാൽ അവിടെ കിട്ടുകയും ചെയ്യും. ഇപ്പോ ഉണർന്നു കഴിഞ്ഞിട്ട് മോനാണ് വന്നത് അല്ലെങ്കിൽ ഭാര്യയാണ് വന്നതെന്ന് തിരിച്ചറിയാനുള്ള തിരിച്ചറിവുണ്ട്. അത് കിട്ടുകയും ചെയ്യും. ഇത് എങ്ങോട്ട് പോകുന്നു? നമ്മളിലും കാര്യമില്ല. അപ്പൊ പോകലും വരികയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ജീവൻ കിട്ടി ജീവൻ പോയി എന്നൊക്കെയാണ് അത് പറയാം. ഉറക്കം വന്നു, ഉറക്കം വരുന്നില്ല. അപ്പൊ ഉറക്കം നമ്മൾ കൊണ്ടുകിടക്കുന്നില്ല എന്നുള്ളതാണ്. ഉറക്കം കിടന്നു കാരണം ഉറക്കം പോയി, ഉറക്കം പോകുന്നില്ല. അപ്പൊ ഉറക്കം നമ്മളെ വിടണം. അപ്പൊ ഈ സാധനം നമ്മൾ കൊണ്ടുകിടക്കുന്നില്ല എന്ന് മലയാള ഭാഷയിലെ പ്രയോഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ് ഉറക്കം? ഉറക്കത്തിൽ എന്തെന്ന് സംഭവിക്കുന്നു? മരണം നമുക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു പെർമനന്റ് ട്രൂത്ത്, ഒരു യാഥാർത്ഥ്യമാണ്. ആ മരണത്തിന് മുമ്പ് നിങ്ങളെ ഞാനതിൽ ട്രയൽ ഇപ്പൊ എല്ലാത്തിനും ഉണ്ടാവുന്ന ട്രയൽ, ട്രെയിനിങ് ഉണ്ടാവും. ഇപ്പൊ ഫുട്ബോൾ കളിക്കാനായാലും ക്രിക്കറ്റ് കളിക്കാനായിരുന്നാലും എക്സാമിനേഷൻ ആയിരുന്നാലും ഒരു തരം ട്രയൽ. നമ്മളെല്ലാവരും മരിക്കും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. പക്ഷെ നമുക്കത്ര ശ്രദ്ധയില്ലെങ്കിൽ ഇത് മരിക്കും എന്ന് പറയുന്ന കാര്യമല്ല. വല്ല വയസ്സായി ഒരു വലിയൊരു നിലവിൽ പഠിച്ചാൽ ഇനിയും ഒരു 15 കൊല്ലം ജീവിച്ചിരിക്കുന്ന സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ അപ്പുറം കാണാന്ന് പറഞ്ഞിട്ട് ബേജാറാവുന്ന മനുഷ്യന്മാരുടെ ഏതാണ്ട് 90% ആളുകൾ. ഒരു അസുഖം വന്നാൽ അല്ലാഹു തആല വെച്ചതാണ് ശരിയാക്കി തരും എന്ന് പറയുന്ന ഒരാളെയും കാണാറില്ല. വളരെ കുറവാ. അത് നിങ്ങൾ ഏത് ഡോക്ടറെ കണ്ടത്? അത് മറ്റേ ഡോക്ടറെ കാണാനല്ല. അതായത് നിങ്ങൾ കാണണമെന്ന് പറയുന്നവരാണ്. ഞാനിപ്പോ കഴിഞ്ഞ ഒരു മാസം ശരിക്കും അനുഭവിച്ചതാ. അത് മനസ്സിലാക്കാനുള്ള സാഹചര്യമുണ്ട്. അത് അല്ലാഹു തആല വെച്ചാണ് ശരിയാക്കി സാരില്ല എന്ന് പറഞ്ഞ ദ്വാരനാണ് വളരെ. ബാക്കിയുള്ളവരെല്ലാം സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളാണ്. മറ്റാരും ശരിയാക്കി ആളുകളൊക്കെ പറഞ്ഞനുസരിച്ച് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഭൂലോകത്തുണ്ടാവുമായിരുന്നില്ല. അത്രയധികം മെഡിസിന്റെ കാര്യങ്ങളാണ്. എല്ലാം വിഷമാണ്. അത് അറിയണമെന്ന് പ്രശ്നമില്ല. അതുപോലെ ഇങ്ങനെ ഇവിടെ ജീവിച്ചിട്ട് മരണത്തിന്റെ കാര്യം പറയുമ്പോ ഇവിടെ എങ്ങനെയും കഴിഞ്ഞൂടാ. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യം പോയേ പറ്റുള്ളൂ. നമ്മളിട്ടോ അംഗീകരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ദൈനംദിനം നീ ഇത് ഇങ്ങനെ ട്രയൽ എടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള കാര്യം അറിയോ? ഈ ആത്മാക്കളെ പിടിച്ചെടുത്താൽ അജലത്തിയ ആത്മാക്കളോടൊക്കെ ചിലർ ഉറക്കത്തിൽ മരിച്ചു. അല്ലാത്തവ അതായത് സമയം നിശ്ചയിച്ചതിന് പിടിച്ചോടും. അല്ലാത്തതിനെ വിട്ടുകൊടുക്കുമെന്നുള്ള അവസരം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറക്കം നേരത്തെ ഒരു മര്യാദ. നമുക്ക് തീരെ പലർക്കും ഇല്ലാത്ത ഒരു മര്യാദയുള്ള ഉറക്കം റസൂൽ കാണിച്ചിരിക്കുന്നു. ഓടിച്ചെന്നിട്ട് ഈ വെള്ളത്തിലാണ് പല ചാടി കിടക്കാൻ പറ്റില്ല. അപ്പൊ അതിന് എന്താണ്? ഉറക്കത്തിൽ നീ അല്ലാഹുവിലേക്കാണ് പോകുന്നത്, അതിലേക്കാണ് വിളിച്ചത്. ഓരോ ദിവസവും ഉറങ്ങുമ്പോ നീ നിന്റെ രക്ഷിതാവിലേക്കാണ് പോകുന്നത്. അപ്പോ രക്ഷിതാവിലേക്ക് ഒരു പക്ഷേ നീ അവിടെ സ്റ്റേ ആണ്. നീ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്തെങ്കിലും ഒരു തോന്നിയാസം കാണിച്ച് ഉറങ്ങാൻ പോയാൽ നിന്റെ കാര്യം പോകാം. അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് കാര്യങ്ങൾ ക്ലിയറാക്കണം. ദൈനംദിനം തീർക്കാൻ പറ്റാത്ത പേരുകൾ അതൊക്കെ തിരുപ്പിനുണ്ടാവുമല്ലോ. അല്ലാത്ത സംഗതികൾ ആരോടെങ്കിലും കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ അവരെ കൊണ്ട് അപ്പോഴത്തിന് പിടിച്ച് ക്ലിയറാക്കണം. അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ഈ പോക്കിൽ ഞാൻ അവിടെ നിൽക്കേണ്ട അവസ്ഥ വന്നാൽ ആർക്കും അറിയില്ലല്ലോ. പിറ്റേന്ന് രാവിലെ കൊണ്ട് വരുമെന്ന്.
ഞാൻ അവിടെ നിൽക്കേണ്ട അവസ്ഥ വന്നാൽ എനിക്ക് സ്വർഗം കിട്ടണം, അല്ലാഹുവിന്റെ അടുത്ത് പോകണം എന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയില്ല പറഞ്ഞത്. അതിലാണ് നമുക്ക് തന്നിരിക്കുന്ന ട്രെയിനിങ്. അപ്പൊ അതുകൊണ്ട് ഒതുകൊടുക്കാം. ഒതുകോട് കൂടി ഉറങ്ങിയാൽ ഉണരും വരെ അവനുള്ള റൂഹ് സുജൂദിലാണേ ലോകരേ. ഒരാൾ ഒതുകോട് കൂടി ഉറങ്ങിയാൽ അർശിൽ അതെത്തുമ്പോ വിളിച്ചു പോവാ, അവന് സുജൂദ് ചെയ്യാൻ അള്ളാഹുവിന്റെ അനുമതി ഉണ്ടാവുന്നു. അപ്പൊ തിരിച്ചു വരുന്നത് അവന് സുജൂദിലായി. അടിമയെ ഉടമയ്ക്ക് ഏറ്റവും ഇഷ്ടം സുജൂദിലായിരിക്കുന്ന അവസ്ഥയിലാണ്. ആരെങ്കിലും ഒതുവെടുത്തിട്ട് ഉറങ്ങിയാൽ അവൻ സുജൂദിലായി. അവന്റെ റൂഹെ കൊണ്ടുപോകണം. അവിടെ അർശിലെത്തുമ്പോൾ അല്ല മലക്കളോടെയും അവിടെ സുജൂദ് ചെയ്യാനുള്ള അനുമതി കൊടുക്കാൻ. അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിനേക്കാൾ വലിയ ഒരു പ്രവൃത്തി ഒരു മനുഷ്യനും ചെയ്യാനില്ല എന്നുള്ള. അപ്പൊ ഒതുവോടുകൂടി ഉറങ്ങിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിന്റെ അനുമതി. അപ്പൊ ഒതുവെടുക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധിയാവുകയാണ്. അത് വന്നിട്ട് ബെഡിൽ വന്നിരുന്നാലോ, വന്നിരുന്നാൽ പല തരത്തിലുള്ള പ്രാർത്ഥന പഠിച്ചിട്ടുണ്ട്. ആയത്തുൽ കുർസി ഓതിച്ച് 3 പ്രാവശ്യം നെഞ്ചിലൂതുന്ന, അതായത് വിഷമങ്ങളും പ്രയാസങ്ങളും പൈശാചിക ദൗർബോധനങ്ങളും മാറിപ്പോകാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന ഹദീസിലുണ്ട്. അതുപോലെ ഒരാൾ ആമന റസൂൽ ഒരു ദിവസം ഓതിയാൽ അന്നേ ദിവസം അവൻ അത് മതിയാവുന്നതാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞ ഹദീസിലുണ്ട്. ഇനി ഒരാൾ സൂറത്തുൽ ഫാത്തിഹ, അത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, സഹായപ്രാർത്ഥന. ഖുൽ ഹുവല്ലാഹു വല്ലദുൽ ഫലഖും വല്ലദുൽ നാസ്. ഖുൽ ഹുവല്ലാഹു സൂറത്തുൽ ഫാത്തിഹ പ്രാർത്ഥന. ഖുൽ ഹുവല്ലാഹു എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയോട് അതിന്റെ സർട്ടിഫിക്കേഷനാണ് അല്ലാഹുവിന്റെ ഏകത്വത്തിൽ. ആ ഏകത്വത്തിലേക്ക് ജീവിതവും മനസ്സും പോകുന്നതിനെ ശല്യപ്പെടുത്തുന്ന എല്ലാ തരം ശർറുകളെയും തൊട്ട് കാവൽ ചോദിക്കുന്നതാണ് വളരെ ലളിതമായൊരു സംഗതിയാണ്. പക്ഷെ വിശ്വസിക്കുന്നവനെ ഇതിന് പ്രാധാന്യം ഉണ്ടാവില്ല. എല്ലാത്തരം ഇങ്ങനെയാണ് പോകും. അപ്പോ അത് 3 പ്രാവശ്യം ഓതി കയ്യിൽ ഊതി തല മുതൽ കാല് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടയിയതായി സഹിയായിരിക്കും. ഇത് ശിർക്കും കുഫറും നിഫാഖുമല്ല. ഇത് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഉറങ്ങാൻ പോകുമ്പോ ഒതുകൊടുത്തി. അതിന് ഉറങ്ങാൻ പോകുന്നതിന് ഒരു 10 മിനിറ്റ് ഭക്ഷണം കഴിച്ച് പൊളിച്ചടിക്കണം. ചില ആളുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടെന്ന് ഉറങ്ങും. ചെയ്യരുത്, വായിച്ചോണ്ടേ ഉറങ്ങും. അത് എന്താണ് വായിച്ചത് അതായിരിക്കും അവന്റെ ഉപബോധ മനസ്സിനെ കളിക്കുക. ചിലരിങ്ങനെ TV ഓണാക്കി സീരിയൽ കണ്ടോ, ചിലർ മൊബൈൽ ഫോൺ വെച്ചിട്ടുണ്ടോ, അത് വേറെയും അപകടകരമാണ്. അതായത് അതിന്റെ റേഡിയേഷൻ ചെവി തന്നെ ഇരിക്കുന്നത്, റേഡിയേഷൻ. ചിലർ വേറെ ആളുകളുമായിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടോ. ഉറങ്ങുന്നതിനൊരു മര്യാദ ഉറങ്ങുമ്പോൾ, അതായത് ഇപ്പോ ശാരീരിക ബന്ധത പുലർത്തി വാങ്ങി തലപ്പാണ് വിളിക്കാൻ പോയാ, അപ്പൊ അതിന്റെ അങ്ങനെ കൊടുക്കും. അതങ്ങനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് കഴിഞ്ഞ് ശുദ്ധിയാക്കി ഒതുവെടുത്ത് കൊടുക്കണമെന്നില്ല. കൃത്യത ഒതുവെടുത്ത് ഈ ദുആ എന്ന പോലെ ഈ പാരായണം ചെയ്തിട്ട് കഴിവുകൂടി എന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33, 34 വരെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വ ലഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഓതിച്ച് 100 അത് ഓതിച്ച് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ. വളരെ അർത്ഥവത്താണ്. എന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, എന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹി നുശൂർ എന്നാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയാ. അൽഹംദുലില്ലാഹ്, കിട്ടിയ ജീവിതം ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച നിനക്ക് സ്തുതി എന്ന് പറഞ്ഞാണ് എഴുന്നേൽക്കുന്നത്. അപ്പോ ആ ഉറങ്ങുന്നതിന് ഒരു തയ്യാറെടുപ്പ് വേണമെന്നുള്ളത്. TV കണ്ടുകൊണ്ടും അതുപോലെ തന്നെ സീരിയൽ കണ്ടുകൊണ്ടും അതുപോലെ മൊബൈൽ ഫോണും പിന്നെ വായന നടത്തിക്കൊണ്ടും ചിലർക്ക് ഇങ്ങനെ പല തരത്തിലുള്ള ശീലങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ ചെയ്താലേ ഉറക്കം വരുന്നത്. അങ്ങനെ ചെയ്യരുത്. കാരണം നീ അല്ലാഹുവിലേക്ക് പോവാണ്. ഏറ്റവും ഒടുവിൽ നിന്റെ അമലിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ 4-5 പ്രാവശ്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു മുഹമ്മദൻ, നീ ഒരു തഖ്വീയത്തുൽ ഈമാൻ, അതായത് ഈമാനെന്ന് ശക്തിപ്പെടുത്താൻ പുതുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 സലാത്ത് ചെല്ലുന്നത് ഏറ്റവും പുണ്യകരമാണ് എന്ന് ഹദീസിൽ. അപ്പൊ ഇതിൽ ഒരുപാട് നിർബന്ധിക്കാതെ ഒരുപാട് വിശാലമായ സംഗതികൾ പറഞ്ഞു. അതായത് ആമന റസൂൽ ഓതാം, ആയത്തുൽ കുർസി ഓതാം, ആമന റസൂൽ ഓതാം, ഫാത്തിഹ ഓതാം, അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തിട്ട് ചിന്തയും ശ്രദ്ധയും രക്ഷിതാവിലേക്ക് തിരിച്ച് നാളെ ഞാൻ മരിക്കുന്നവനാണ്, ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു 40 ദിവസം ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കി, പിന്നെ മനസ്സ് മാറിപ്പോവില്ല. അതിൽ തന്നെ നിൽക്കും. എപ്പോഴും അല്ലാഹുവിന്റെ ശ്രദ്ധയിൽ തന്നെ നിൽക്കും.
അങ്ങനെ ഉറക്കത്തിൽ അള്ളാഹുവിലേക്കാണ് പോകുന്നത്. പെർമനന്റായി ഒരിക്കലും തിരിച്ചു വരാത്തൊരു പോക്കിന് ഞാൻ ദൈനംദിനം ഇങ്ങനെ അത് ട്രയലെടുക്കുകയാണ് എന്നവന് ബോധ്യമാവും. അപ്പൊ അവന്റെ പ്രഭാതം വളരെ വളരെ ഊർജ്ജസ്വലമായിരിക്കും. ഉറങ്ങാൻ പോകാൻ അവന് വലിയ ഇഷ്ടമുണ്ടാവും. ആർക്കാണ് സ്വന്തം രക്ഷിതാവിനെ കാണാൻ ഇഷ്ടമില്ലാത്തത്? സ്വന്തം രക്ഷിതാവിനെ കണ്ടുമുട്ടാനുള്ള ഒരു ഇഷ്ടവും മധുരവും താല്പര്യവും അനുഭൂതിയും ആവേശവുമാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്നത്. യാഥാർത്ഥ്യം അറിഞ്ഞ് ഉറങ്ങാൻ പോകുന്ന സത്യവിശ്വാസിക്ക് അത് ഇബാദത്ത് മാത്രമല്ല, അത് അനുഭൂതിയാണ്, ആവേശമാണ്. അതുപോലെ തന്നെ ഒരു സംഗതി സാധാരണ ആളുകൾ പറയുകയോ കേൾക്കുകയോ ചെയ്യാത്ത സംഗതികളാണ്. വളരെ നിത്യജീവിതത്തിൽ നാം സാധാരണ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്പം ശ്രദ്ധിച്ചാൽ ഉത്തമമായ ഇബാദത്താക്കി മാറ്റാനും അതിന്റെ അനുഭൂതി നമുക്ക് ആസ്വദിക്കാനും പകലിൽ വരുന്ന പ്രശ്നങ്ങളെ വളരെ കൃത്യമായി കണ്ട് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള താക്കത്ത് ലഭിക്കാനൊക്കെ ഇത് സഹായകമാണ് എന്നുള്ള സുബ്ഹാനഹു. അത് അല്ലാഹു സുബ്ഹാനഹു ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്നവർക്ക് ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അത് ചിന്തിക്കാൻ വേണ്ടി നമുക്ക് വേണം. അത് ചിന്തിച്ചു മനസ്സിലാക്കി ഉറക്കം ഇബാദത്തും അനുഭൂതിയുമാക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما ثنيت نفسه لك الحمد عباد الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحبة أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് ഞങ്ങളോട് ഉണർത്തുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇത് പ്രായോഗിക ജീവിതത്തിൽ പകർത്താനുള്ളതാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണം, ഓരോ ഒരു പരീക്ഷണം, നഷ്ടം ഒരു പരീക്ഷണം, ഘട്ടം ഒരു പരീക്ഷണം, മരണം ഒരു പരീക്ഷണം. അപ്പൊ രോഗം വരുമ്പോ എപ്പോഴും ഇത് നല്ല പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കാത്തവന് ഭയങ്കര ദുരിതമായിരിക്കും. അങ്ങനെ ഇങ്ങനെ മാക്സിമം ഇങ്ങനെ എവിടെന്നെങ്കിലൊക്കെ കഷ്ണം കാരണം ആധുനിക ലോകത്തിലുള്ള എല്ലാ സംഗതികളും മനുഷ്യനെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഏർപ്പാടുകളാണ്. ടെക്സ്റ്റൈൽ ബിസിനസ്, എഡ്യൂക്കേഷൻ നോക്കുക, അതുപോലെ തന്നെ മെഡിക്കൽ വകുപ്പ്, എല്ലാ മേഖലകളിലും മനുഷ്യനെ കൂടുതൽ പിഴിഞ്ഞ് കാശുണ്ടാക്കുന്ന തരത്തിലാണ്. പല ഹോസ്പിറ്റലുകൾക്ക് നമുക്കറിയാം, കയറി പ്രശ്നം കഴിഞ്ഞാൽ ഐസിയു ട്രീറ്റ്മെന്റ് എടുത്ത് 37,000 40,000 നമ്മൾ എപ്പോഴും പലപ്പോഴും അവിടെ ഒരു ഹോസ്പിറ്റലിനടുത്ത് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് കാണുന്നുണ്ട്. അപ്പൊ അതൊരു പരീക്ഷണമാണ്. അത് ഞാനൊരു ക്ഷമിച്ചാൽ അവൻ വഴി കാണിച്ചു തരും. അതനുസരിച്ച് ചികിത്സിക്കണമെന്ന് പറയുന്നത് ചികിത്സക്കാണ്. അല്ലെങ്കിൽ മെഡിക്കോളയും ഈ സംവിധാനം കോളായും ഒക്കെ വേണം. പക്ഷെ നമ്മൾ അതിന്റെ അപ്പുറം ചാടി കളിക്കുന്നവരാണ് അധികം ആളുകൾ. ഏറ്റവും കൂടുതൽ സമുദായത്തിൽ നിങ്ങൾ കാണുന്നത് ഹോസ്പിറ്റലുകളിലും മാർക്കറ്റുകളിലുമാണ്. നമ്മൾ നോക്കി ചെക്ക് ചെയ്ത് നോക്കി ഈ സമുദായങ്ങളെ കേരളത്തിൽ, മലബാർ, കോഴിക്കോട് ചെക്ക് ചെയ്ത് നോക്കി. ഏറ്റവും കൂടുതൽ ഈ സമുദായങ്ങൾ വൈകുന്നേരം പോയാൽ കാണാം ഹോസ്പിറ്റലുകളിലും അങ്ങാടികളിലുമാണ്. കാരണം എന്താ? ഈമാന്റെ പ്രശ്നമാണത്. അങ്ങാടിയിൽ ഇങ്ങനെ തണ്ടി നടന്ന് ഇങ്ങനെ ഇഷ്ടം പോലെ പർച്ചേസ്, ഹോസ്പിറ്റലിൽ ബേജാറായിട്ട് കാണുമ്പോൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അല്ലാത്ത രചിതമാണ്. എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങനെ ആകുന്നു. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സംഗതി പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു അസുഖം വന്ന അല്ലാഹു ശിഫായെന്ന് പറഞ്ഞിട്ട് അത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ പ്രായോഗിക രംഗത്ത് വരുന്നത്, അതേസമയം ഇങ്ങോട്ട് അവിടെ പാളയത്തിറങ്ങി ഇങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനാണ്, അവിടെ 11ാമത്തെ കൗണ്ടറിലാണ് ടിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ പഠിച്ചാൽ അത് കൃത്യമായി പോയി എടുക്കും. അപ്പടിച്ചത് പ്രായോഗിക ജീവിതത്തിൽ പുറത്തു. ഇന്നത്തെ അത് ദുന്യാവിനാണ്, ഇത് ആഖിറത്തിനാണ്.
അത് തന്നെ പറയണത്. അവര് ഭൗതിക ജീവിതത്തിന് പ്രാമുഖ്യവും പരലോക ജീവിതത്തിന് അത് നെഗളിക്കുകയും ചെയ്യും. അതിനെ അവർ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മുടെ ചിന്തയും ശ്രദ്ധയും അല്ലാഹുവിലേക്ക് കൊണ്ടുവന്നാലേ വിജയിക്കാൻ പറ്റുള്ളൂ. എടുത്ത് ചോദിക്കുക, അതല്ലാത്ത വേറെ എന്തെങ്കിലും ശുപാർശക്കാരെയോ പണത്തെയോ വിവരത്തെയോ സ്വാധീനം ഉപയോഗിച്ചിട്ട് രക്ഷപ്പെട്ടവയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സാധ്യമല്ലാണ്. നിങ്ങളെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് കിട്ടണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ മതി. അല്ലാഹുവിന്റെ അനുമതി കൂടാതെ അവനോട് ആരാ ശഫാഅത്ത്? ആർക്കും ശഫാഅത്തിനുള്ള അവകാശം അധികാരം അതിനെ കൊടുക്കുന്നത് ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടാത്ത ഒരാളിനെ വേറെ ആർക്കെങ്കിലും ശഫാഅത്ത് ചെയ്ത് കയറ്റിക്കളയാൻ പറ്റും? സാധ്യമല്ല. എന്റെ പണത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? അവൻ നശിച്ചുപോയാൽ അവന്റെ പണം അവന് പ്രയോജനം ചെയ്യില്ല, പ്രതാപം അതൊന്നുമില്ല. ഇത് നമ്മൾ ഉറങ്ങിക്കിടന്നാൽ തന്നെ വ്യക്തിത്വം പോവാ. ഉറങ്ങിക്കിടക്കണ ഒരാളോട് പോവാറിയെന്ന് ചോദിച്ചാൽ ഞാൻ പ്രസിഡന്റ് ഞാൻ പറയാൻ പറ്റുമോ? അയാൾക്കറിയില്ല. മരിച്ചവരുടെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും? അപ്പോ ഉറങ്ങുമ്പോൾ തന്നെ വ്യക്തിത്വം പോവാ. അപ്പൊ മരിക്കുമ്പോഴോ കംപ്ലീറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ ഉണർന്നിരിക്കുമ്പോഴും ഉറക്കത്തിൽ ഇന്റെ പിടുത്തത്തിലാണ് മനുഷ്യരെ. അതൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്നുള്ള ശക്തമായ താക്കീതാണ്. വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ഒരു സംഗതി ഉറക്കം. ആ ഉറക്കത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ അടുത്താണ് എത്തുന്നത്. മരണത്തിൽ നിങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് യാതൊരു ഗൗരവവും ബോധവും ചിന്തയില്ലാത്ത എന്തിന്റെയെങ്കിലും ശുപാർശ കൊണ്ട് നിങ്ങൾ കഴിച്ചായിരിക്കും. മങ്ങളുടെയോ ഷേഖുമാരുടെയോ ഔലിയാക്കന്മാരുടെയോ പണത്തിന്റെയോ എന്തെങ്കിലും കൂടെ കഴിച്ചില്ലാവെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നീ പറയാ പ്രവാചകരെ, എന്ത് ശുപാർശയും അത് കംപ്ലീറ്റ് അല്ലാഹുവിന്റെ കയ്യിലാണ്. ഈ പ്രപഞ്ചത്തിന്റെ അധികാരം അവന്റെ കൈവശമാണ്. അവനിലേക്കാണ് നിങ്ങൾ മടങ്ങി പോകുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഈ സത്യത്തോടെ വേദഗ്രന്ഥം നിനക്ക് നാം അവതരിപ്പിച്ചു വന്നത് ജനങ്ങൾ സന്മാർഗം പ്രാപിക്കാനാണ്. ഇത് വളരെ വ്യക്തമായോ യാതൊരു വളവും വക്രതയും ഇല്ലാതെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ആ ദൗത്യം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗംഭീരമായി നിർവഹിച്ച് കടന്നുപോയിരിക്കുന്നു. ആ ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. പക്ഷേ സ്വന്തം ജീവിതത്തിൽ പോലും പകർത്താതെ പിന്നെ ഈ ദൗത്യം എങ്ങനെയാണ് നമ്മൾ ഏറ്റെടുക്കുക എന്നത് വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് ആദ്യം ഇത് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبي بكر وعمر وعثمان وعلي حمزة والعباس حسن والحسين وبقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാടുകളും ചെറുപാടുകളും തെറ്റുകുറ്റങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യ, സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ, മറ്റു വേണ്ടപ്പെട്ട ആളുകൾ മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവർക്കും എല്ലാവരുടെയും കുറ്റങ്ങളും ദോഷങ്ങളും പുറത്തു മാപാദിക്കണമെന്ന് ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി നഷ്ടപ്പെടുന്നു. അവരുടെ നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി കൊടുക്കണം. പല ആളുകളും രോഗം കൊണ്ട് വിഷമിക്കുന്നുണ്ട്, ദുആ കൊണ്ട് വസിയത്തുണ്ട്. അവരുടെ രോഗങ്ങൾ, അതിന്റെ കാഠിന്യവും വിഷമവും ഒക്കെ നിനക്കാണ് ഏറ്റവും ആശ്വാസപ്രദമായി കൊടുക്കണം. അവർ സഹിച്ചതിനുള്ള കൂലി അവർക്ക് നൽകുകയും ചെയ്യണേ തമ്പുരാനെ. അവർക്കത് പരലോകത്തെ പ്രതിഫലാർഹമായ ഒരു പുണ്യകർമ്മമായി നീ മാറ്റിക്കൊടുക്കണം തമ്പുരാനെ. അവരുടെ വേണ്ടപ്പെട്ടവർക്കുള്ള എല്ലാ ഷോർട്ടേജും നീ നികത്തി കൊടുക്കണം തമ്പുരാനെ. എല്ലാ കുറവുകളും നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരട്ടെ തമ്പുരാനെ. ഈ ദീൻ യഥാവിധി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതിന്റെ ഫലം കൊയ്യാനും
എന്നിട്ട് ശാന്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം തന്നെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ആവശ്യമായ മഴ നീ വർദ്ധിപ്പിച്ചു തരണം തമ്പുരാനെ. ഞങ്ങളുടെ ചുറ്റുപാടും സാഹചര്യങ്ങളും സത്യവിശ്വാസികളും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ശത്രുക്കളാണ് ഞങ്ങളുടെ മേൽ കയറി വിടല്ലേ തമ്പുരാനെ. അവരെ നീ തടഞ്ഞു നിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, വിശ്വാസികളെ വിജയിപ്പിക്കാമെന്നും വിശ്വാസികളെ രക്ഷിക്കാമെന്നും വിശ്വാസികളെ ഒക്കെ വേണ്ടി പ്രതിരോധിക്കാമെന്നൊക്കെ നീ വാഗ്ദാനം, നിന്റെ വാഗ്ദാനം ഞങ്ങൾ നീ പുലർത്തി തരണേ തമ്പുരാനെ. അല്ലാഹു, വളരെ ജാഗ്രതയോടുകൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥന നിരതമായിരിക്കാനുള്ള തൗഫീഖ് നാഥ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ നാഥ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിക്കണേ നാഥ. ഉത്തരം നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിനിൽ അർളി യാ അർഹമർ റഹീമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.